കാലം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. നമ്മൾക്ക് നമ്മെ തന്നെ കണ്ടെത്തുവാനും നമ്മെ തന്നെ പരിശോധിച്ച് കൂടുതൽ പൂർണ്ണതയിലേക്ക് വളരുവാനും കഴിയുന്ന ഒരു നല്ല കാലഘട്ടമാണ് ഈ നോമ്പ് കാലം. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ഇങ്ങനെ സമയം കണ്ടെത്തുകയും മുന്നോട്ട് വരികയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ എത്തുന്ന വാർത്തകൾ, ഈ ടി വിയിലാണേലും പത്രത്തിലാണേലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന വാർത്തകളൊന്നും അത്ര ഗുണകരമല്ല, അല്ലെങ്കിൽ അത്ര ആരോഗ്യകരമല്ല. ഒരു ശുഭ സൂചകമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ ചുറ്റിലും നടക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖം തരുന്ന ഒരു വസ്തുതയാണ്. പല സ്ഥലങ്ങൾ എല്ലാ ദിവസം എന്ന് പറഞ്ഞ മാതിരി ഒരുപിടി ആത്മഹത്യകൾ ഇങ്ങനെ കൂടി വരിക, പല അക്രമങ്ങള് കൂടി വരിക, നീതിയും ന്യായവും സത്യവും എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരു സ്ഥലത്തും കാണാനോ കിട്ടാനോ ഇല്ലാത്ത ഒരു പരിതസ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പോയാല് ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായി തീരും എന്നുള്ളത് ഈ ലോകത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരിലും ഉണർത്തുന്ന ഒരു വലിയ ഭയമാണ്. വളരെ ഭയത്തോടു കൂടി വേണം നമ്മൾ നമ്മുടെ ഭാവിയെ നോക്കി കാണുവാനായിട്ട്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഓ ഞാനിനി കുറച്ച് കാലം കൂടിയല്ലേ ഉള്ളൂ ഈ ലോകത്തിൽ, എനിക്ക് ഇതിനിപ്പോ എന്താ പ്രശ്നം എന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പ്രപഞ്ചം എന്ന് തുടർന്നുകൊണ്ടേ പോകേണ്ടതാണ്. അത് ഒരു ദൈവരാജ്യമായിട്ട് വളരേണ്ടതാണ്. അതില് ഞാൻ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്നുള്ളതല്ല, ഈ പ്രപഞ്ചം എനിക്ക് ശേഷവും എത്ര ഭംഗിയായിട്ട് എത്ര മനോഹരമായിട്ട് അത് തുടരും എന്നുള്ളതിന് എൻ്റെ ജീവിതം കൊണ്ട് ഉറപ്പുവരുത്തേണ്ടത് ഒരു കടമയുണ്ട്. അപ്പോൾ ഞാൻ നൽകുന്നതായ കോൺട്രിബ്യൂഷൻസ്, ഞാൻ നൽകുന്നതായ എൻ്റെ ജീവിത ഗുണങ്ങൾ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിന് അനുയോജ്യമാക്കി തീർക്കാൻ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാക്കി തീർക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ അത് തുടർന്ന് താഴെ വരുന്ന തലമുറകളിലേക്ക് ആ ഒരു സന്ദേശം നമുക്ക് പകർന്നു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇപ്പൊ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ വളരെ ഭയത്തോടെ നോക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുക. കാരണം ഒത്തിരി അസ്വസ്ഥതകൾ എങ്ങും ദൃശ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞത്, ദൈവമേ അങ്ങേയ്ക്കായി എന്നെ സൃഷ്ടിച്ചു, അങ്ങയിൽ ലയിക്കുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്നുള്ളത്. ഈ അസ്വസ്ഥതയുടെ ഒരു മൂല കാരണം നമ്മളിൽ കുടികൊള്ളുന്നതായ ഒരു പാപത്തിന്റെ സ്വാധീനം, അത് മനുഷ്യനുണ്ടായ കാലം അതിലുള്ള ആ ഒരു പാപത്തിന്റെ സ്വാധീനം നമ്മുടെ ഉള്ളുകളിൽ ഉണ്ട്. മനുഷ്യരാശിയിൽ മുഴുവനും ഉണ്ട്. ഈ ലോകത്തിന് തന്നെയും ആ ഒരു പാപത്തിന്റെ ചാച്ചില്, പാപത്തിലേക്കുള്ള ഒരു പ്രേരണ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മനുഷ്യവംശത്തെ മോചിക്കുവാനായിട്ട് എങ്ങനെയാണ് കഴിയുക? ആരെന്നെ മോചിക്കും? ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്ന് ആര് എന്നെ രക്ഷിക്കും? ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ആ തിന്മയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് അത് എന്നെ കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാണ് കഴിയുക? നമുക്കിപ്പോൾ ശാരീരികമായ അസുഖങ്ങളൊക്കെ വന്നാൽ വേണ്ടത്ര ചികിത്സിക്കാനും ഒക്കെ വേണ്ടത്ര സ്ഥിതിവിശേഷങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു ആത്മീയമായ മരണങ്ങളിൽ നിന്ന്, ആത്മീയമായ അധപതനത്തിൽ നിന്ന് ആരാണ് എന്നെ രക്ഷിക്കുക എന്ന് പൗലോസ്ലീഹാ ചോദിക്കുകയാണ്. അപ്പൊ അന്ന് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥതയെ കണ്ടുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ പൗലോസ്ലീഹ തന്നെ അതിന് കണ്ടെത്തുന്ന ഉത്തരം, അത് യേശുക്രിസ്തുവിന് മാത്രമേ എന്നെ ആ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, ഈ കെട്ടുപാടുകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് യേശുക്രിസ്തുവിലാണ് ഞാൻ കണ്ടെത്തുന്നത് എന്ന് പൗലോസ്ലീഹ വളരെ സവിസ്തരം നമ്മോട് പറയുന്ന ഭാഗങ്ങളാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ അസ്വസ്ഥതകളിൽ നിന്നുള്ള മോചനത്തിന്റെ ഒരു
മാർഗം. അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ പല വ്യക്തികളും ഈ സ്വസ്ഥതയെ മറികടന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എല്ലാവിധ ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അദ്ദേഹം അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല, ഇതുകൊണ്ടൊന്നും നമ്മുടെ ഹൃദയം സ്വസ്ഥമാകില്ല എന്ന് അവസാനം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ഉടനെ പിന്തിരിഞ്ഞ് തൻ്റെ കുടുംബവും ഇതെല്ലാം ഉപേക്ഷിച്ചാണെങ്കിൽ തന്നെയും കർത്താവിന് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിന്റെ സർവസ്വവും എന്ന് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോവുകയും അങ്ങനെ രണ്ടാമത്തെ ക്രിസ്തു എന്ന നാമധേയത്തില് അദ്ദേഹം പിന്നീട് ദാരിദ്ര്യത്തെ തൻ്റെ ഒരു പത്നിയായിട്ട്, തൻ്റെ ഒരു സഖിയായിട്ട് സ്വീകരിക്കുന്ന വിധത്തില് സിംബോളിക്കായിട്ട് അദ്ദേഹം അതിനെ തൻ്റെ ഒരു ഭാര്യയെ പോലെ കൊണ്ടു നടക്കുകയാണ്. അതായത് ദാരിദ്ര്യത്തെ പുലുകുകയാണ്, ആശ്ലേഷിക്കുകയാണ്. അപ്പൊ ദാരിദ്ര്യത്തിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തില് യേശു എങ്ങനെയാണോ ഒരു ദരിദ്രനായിട്ട് ജീവിച്ചത്, വളർന്നത്, ജനിച്ചത്, ഇതെല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം ആ ഈശോയോട് താതാത്മ്യപ്പെടാനായിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അങ്ങനെ ലോകത്തിന് മുമ്പാകെ ഒരു വലിയ സന്ദേശം, ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ടച്ച് കിട്ടിയ പലരും ലോകത്തിന് കൊടുത്തിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതില് ഫ്രാൻസിസ് അസീസി കൊടുത്ത ഒരു സന്ദേശം ഈ ലോകത്തിലെ ഒരു വലിയ മാറ്റം വരുത്താൻ കഴിയുന്നത് നമ്മുടെ ഇതിലൂടെയാണ്, ദാരിദ്ര്യത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹം ഒരു വലിയ നല്ല രീതിയിൽ രാജ്യത്തെ സേവിക്കാനൊക്കെ ആയിട്ട് പട്ടാളത്തിലൊക്കെ ചേർന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിലൊക്കെ വളരെ സൈന്യ സേവനമൊക്കെ ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു അപകടം പറ്റി അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണുള്ളത്? ഒന്നും നേടാനില്ല. അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല. നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് ഫലം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വലിയ മാനസാന്തരത്തിലേക്ക് വരികയും അങ്ങനെ അദ്ദേഹം ഈ കർത്താവിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുകയും അദ്ദേഹം ഈശോ സഭ സ്ഥാപിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരു ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഈശോയുടെ ആവശ്യകതയെക്കുറിച്ചും ഈശോയ്ക്ക് എങ്ങനെയാണ് നമ്മെ മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളത്, നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് വളരെയധികം പേര് സ്വീകരിച്ചു. അങ്ങനെ ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈശോ സഭ എന്ന ശക്തമായ ഒരു സന്യാസ സമൂഹം ആയിട്ട് കാരണം അവരിലൂടെ സംഭാവനകൾ അവർ നൽകിയ ആ സംഭാവനകൾ ലോകത്തെ ഇന്ന് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫ്രാൻസിസ് സേവിയർ, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹം കണ്ടുപോയിരുന്നതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇതിലൊന്നും കാര്യമില്ല, എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും നേടാൻ കഴിയുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിന്റെ മൂല്യം, ജീവിതത്തിന്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു ശിഷ്യനായിട്ട് അദ്ദേഹം കൂടി. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഈശോ സഭ എന്ന ഒരു വലിയ ബൃഹത്തായ സഭയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിത്തിരിക്കാൻ ഇടയായിട്ടുള്ളത്. ദാ മീഹി അനിമ ചേത്തരെ തൊള്ള എന്ന് പറയുന്ന ഒരു വാചകം അദ്ദേഹത്തെ, അതായത് ആത്മാക്കളെ എനിക്ക് തരിക, ബാക്കിയെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക എന്നുള്ള ഒരു വാക്യമാണ് ഫ്രാൻസിസ് സേവിയറിനെ വളരെ ആകർഷിച്ച് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ജീവിത മുദ്രാവാക്യം. ആത്മാക്കളെ എനിക്ക് തരിക, ബാക്കിയെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക. അങ്ങനെ ആത്മാക്കളെ തേടി അദ്ദേഹം പുറപ്പെടുകയാണ്. ആഗസ്തീനോസ്, അദ്ദേഹം ഇതുപോലെ വളരെയധികം ജീവിതം ആസ്വദിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥത തരാൻ കഴിയുകയില്ല. അത് സ്വസ്ഥത തരുന്ന ഇങ്ങനെ കിട്ടണമെങ്കിൽ അത് ദൈവത്തിലേക്ക് തന്നെ തിരിയണം എന്നുള്ളത് മനസ്സിലായി.
അപ്പൊ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു, എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എൻ്റെ ദൈവത്തെ കാണും എന്നുള്ളത് സങ്കീർത്തകന്റെ ഒരു വലിയ ഒരു തേങ്ങലാണ്. മനസ്സിന്റെ ഏറ്റവും വലിയ ഒരു തേങ്ങൽ അല്ലെങ്കിൽ ഒരു വിങ്ങലാണ് ഈ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ആ പ്രയാണം അല്ലെങ്കിൽ അന്വേഷണം എന്ന് പറയുന്നത്. അതിലൂടെ ആ ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ മഹാന്മാര് അല്ലെങ്കിൽ വിശുദ്ധന്മാരൊക്കെ അവരുടെ ജീവിതത്തെ ഈ ലോകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൂടെ അവർ വലിയ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പലതിനെയും അവർക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് അതിലൂടെ സാധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വലിയ വ്യത്യാസം ലോകത്തിന്റെ മുമ്പിൽ കൊടുക്കാനായിട്ട് അവർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ചിന്തകളെ കൊണ്ടാണ്. അപ്പൊ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ ഒരു മൂഢ സ്വർഗത്തില് നമ്മൾ കഴിയുന്നവരാണ്. ഇതൊക്കെ മതി, ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്, ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ മതി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ ഈ പിശാച് വന്ന് ഹവ്വായോട് പറഞ്ഞ് പറ്റിച്ച മാതിരി ലോകം നമ്മെ പറ്റിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എല്ലാത്തിൻ്റെയും ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നെട്ടോട്ടം ഓടുകയും നമ്മൾ സനാതനങ്ങളായ പലതിനെയും വിട്ടുപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ വഴികളിൽ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, കുറെ സ്ഥലങ്ങളിലൊക്കെ പല സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് ആ സൈൻ ബോർഡുകൾ നമ്മൾ നോക്കി പോകുന്നവർക്ക് സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു എഴുതി വെച്ചിട്ടുണ്ടാവും, നൗ യു ടേക്ക് എ യു ടേൺ. ഇപ്പൊ ഞങ്ങളിവിടെ അമേരിക്കയിൽ അങ്ങനെ പല സൈൻ ബോർഡുകളൊക്കെ പലപ്പോഴും കാണാം. യു ടേൺ, നമ്മൾ യു ടേൺ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തിരിച്ചു വരവ് ചിലപ്പോൾ ആവശ്യമായി വരും. നമ്മൾ പോകുന്ന റോഡ് ശരിയല്ല എന്നും നമ്മുടെ പാത നേരെയാക്കേണ്ടതുണ്ട്, അത് ശരിയായ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു യു ടേൺ എടുക്കാനായിട്ട് സഭ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. അപ്പോൾ അത് നമുക്ക് ജീവിത പരിവർത്തനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് നമ്മൾ അതിലൂടെ നടത്തുന്നത്. പിന്നെ സുവിശേഷങ്ങളിൽ മുഴുവൻ ഈശോ പറഞ്ഞിട്ടുള്ളതൊക്കെ ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവിന്റെ കഥകളാണ് മുഴുവൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സുവിശേഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വം, ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിപ്പൻറ്റൻസ്, നമ്മൾ പശ്ചാത്തപിച്ച് തിരിച്ചു വരിക എന്നുള്ളത്. അതിന് നമ്മൾക്ക് ഏറ്റവും നല്ല മാതൃകയാണ് പത്രോസ്ലിയ ഈശോയെ വളരെയധികം സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിരുന്ന പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീവിതം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള നല്ല ഒരു മീൻപിടുത്തമൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കർത്താവ് രാജ്യം സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല സ്ഥാനത്തേക്ക് എത്താനൊക്കെ പറ്റും. ഇങ്ങനെയുള്ള കുറേ പ്രതീക്ഷകളൊക്കെ ഒരേ സമയം പത്രോസിന് ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഈശോ പറയുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേമിൽ ചെല്ലുമ്പോൾ മനുഷ്യപുത്രനെ അവര് പിടിച്ച് ബന്ധിച്ച് വിചാരണ നടത്തി അവിടുത്തെ കുരിശിൽ തറച്ച് അവിടുത്തെ കൊല്ലും, അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് പത്രോസിന് അങ്ങോട്ട് മുഴുവൻ മനസ്സിലാവണില്ല. അതൊക്കെ എന്താണെന്ന് ഒരു മനസ്സിലാവണില്ലോ എന്നുള്ള രീതിയിലാണ്. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ പിഞ്ചെല്ലും എന്ന് പറഞ്ഞു. ഞങ്ങളിത് സർവ്വം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പത്രോസ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പതറുന്നത് നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് മൊമെന്റിൽ ഈ പത്രോസിന്റെ ഒരു പതറിച്ച നമ്മൾ കാണുന്നതാണ്. വിചാരണ വേളയില് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന അവസരത്തില് പത്രോസ് മറ്റുള്ളവരുമായിട്ട് പുറത്തിരുന്ന് തീ കാഞ്ഞ് വളരെ സുഖം അന്വേഷിച്ച് അവിടുത്തെ സാഹചര്യത്തിൽ അന്നത്തെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഒരു തീ ചൂട് കിട്ടാനായിട്ട് എവിടെയെങ്കിലും കാത്തിരിക്കുക എന്നുള്ളത്. അങ്ങനെ അവരുടെ കൂട്ടത്തിലിരിക്കുമ്പോഴാണ് അതിലെ വന്ന വേലക്കാരിയായ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, താനും ആ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അപ്പൊ പത്രോസിന് പേടിയായി, ഇനിയിപ്പോ എന്നെയും കൂടി കൊണ്ടുപോയി വിചാരണ നടത്തുവോ എന്ന് വിചാരിച്ചു. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് തള്ളി പറഞ്ഞു. അങ്ങനെ 3-ാം പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോഴാണ് കോഴി കൂവി. അങ്ങനെ പിന്നീട് പത്രോസ് പശ്ചാത്തപിച്ചു. കർത്താവ് തിരിഞ്ഞു നോക്കി പത്രോസിനെ കണ്ടു. ആ നോട്ടം കൊണ്ട് തന്നെ പത്രോസിന്റെയും കർത്താവിന്റെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു.
ആ നോട്ടത്തില് പത്രോസിന് മനസ്സിലായി, ഓ, ദിസ് ഈസ് വാട്ട്, ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെന്ന് മനസ്സിലായി. അദ്ദേഹം വളരെ പശ്ചാത്താപത്തോടുകൂടി തൻ്റെ അവസ്ഥയെ കണ്ടെത്തുകയും ഈശോയിലേക്ക് കടന്നു വരാനായിട്ട് അദ്ദേഹം അങ്ങ് അധികമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഈശോ കടൽ തീരത്ത് വെച്ച് പത്രോസിനെ കണ്ടുമുട്ടുകയാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോയെ നേരിൽ കാണുവാനായിട്ട് സാധിച്ച പത്രോസ്, യോഹന്നാന്റെ സുവിശേഷത്തിലാണെങ്കിൽ മീൻപിടുത്തത്തിന് പോയി എല്ലാ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ അറിയാവുന്ന പത്രോസിന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. അവസാനം നിരാശനായിട്ട് നിൽക്കുമ്പോഴാണ് കർത്താവ് അവിടത്തേക്ക് കടന്നു വരികയും, മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുകയും, അവസാനം കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലതുവശത്ത് വലയിറക്കുക എന്ന് പറഞ്ഞതനുസരിച്ച് വലതുവശത്ത് വലയിറക്കുകയും വലിയ ഒരു മത്സ്യസമ്പത്ത് സമ്പാദിക്കുവാനായിട്ട് പത്രോസിന് സാധിക്കുകയും ചെയ്തു. അതിൽ വിസ്മയം പൂണ്ട പത്രോസ് ഉടനെ കർത്താവിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറയുകയാണ്, കർത്താവെ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ നിന്നാണ് പത്രോസിന് ഒരു പുനർജന്മം, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പത്രോസ് കടന്നു വരുന്നത്. അങ്ങനെ യേശുവിലേക്ക് കടന്നു വന്ന പത്രോസിനെ ഈശോ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തില്. യോനായുടെ പുത്രനായ ശമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം. അതിന് കർത്താവ് പത്രോസ് മറുപടി പറയുകയാണ്, കാരണം അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആ പതറിപ്പോയ പത്രോസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ പഴയ മുറിവുകളെല്ലാം അവിടെ വെച്ച് പരിഹരിക്കപ്പെട്ടു. ഒരു പുതിയ പന്ഥാവിലേക്ക് പത്രോസ് കടന്നു വരികയും, ദാറ്റ് വാസ് എ സ്റ്റാർട്ടിങ് ഓഫ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പീറ്റർ. പത്രോസിന്റെ രണ്ടാം ഒരു ജന്മമാണ് അവിടെ നമ്മൾ കാണുന്നത്, ചേർത്ത് പിടിക്കുന്ന ഈശോ. അപ്പം നമ്മുടെ കോട്ടയം രൂപതയുടെ സ്ഥാപിച്ച പയസ് 10th 10ാം പിയൂസ് മാർപ്പാപ്പയുടെ ഒരു ആപ്തവാക്യം, എല്ലാ ബിഷപ്സിനും ഒരു ആപ്തവാക്യം ഉണ്ടാവും. എൻ്റെ ആപ്തവാക്യം ജോയ്ഫുള്ളി ഫോർ യുവർ സോൾസ് എന്നുള്ളതാണ്. ഈ പിയൂസ് 10ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഒരു ആപ്തവാക്യമായിട്ട് എടുത്തിരുന്ന ഒരു ലത്തീൻ പദമാണ് റെസ്റ്റവരാരെ ഓമിനിയ ഇൻ ക്രിസ്തോ. ക്രിസ്തുവിൽ എല്ലാം പുനരുദ്ധരിക്കുക എന്നുള്ള ഒരു വാക്യമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ക്രിസ്തുവിലെല്ലാം നവീകരിക്കുക അല്ലെങ്കിൽ പുനരുദ്ധരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന. അപ്പൊ അത് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ കർത്താവ് പത്രോസിനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ ഹി വാസ് റിസ്റ്റോറിങ് അവരുടെ കൈവിട്ടു പോയ പത്രോസിനെ കർത്താവ് ചേർത്ത് പിടിച്ച് നിർത്തുകയാണ്. പത്രോസിനെ ഒരിക്കൽ വെള്ളത്തിൽ നിന്ന് കൈപിടിച്ച് പൊക്കിയിട്ടുണ്ട്. അതുപോലെ പീലാത്തോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് അകന്നു പോയപ്പോൾ കണ്ണുകൊണ്ട് പത്രോസിനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവിടെ തൻ്റെ വാക്കുകൊണ്ട് പത്രോസിനെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവെ എന്ന് ഏറ്റു പറഞ്ഞതിലൂടെ പത്രോസിനെ ചേർത്ത് പിടിക്കുന്ന. അപ്പൊ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്, നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ ഒപ്പമായിരിക്കുന്നവരും ചിലപ്പോഴൊക്കെ ഏതെങ്കിലും കാരണവശാല് ഇടറിപ്പോകാനായിട്ട് കാരണമായിട്ടുണ്ടാകാം, ചെതറിപ്പോകാനായിട്ട് കാരണമായിട്ടുണ്ടാകാം, പിണങ്ങിപ്പോകാനായിട്ട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നന്മ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. പലപ്പോഴും ഇപ്പൊ ഈ കേൾക്കുന്ന പല ആത്മഹത്യകൾ പോലുള്ള ചില സംഭവങ്ങൾ എന്താണ്, അതൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. അതൊക്കെ നമ്മോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ പലരെയും ചേർത്ത് പിടിക്കുന്നില്ല. ചിലപ്പോ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായാലും അതെല്ലാം പുറത്ത്, അല്ലെങ്കിൽ അതിനെല്ലാം പരസ്പരം പറഞ്ഞ് ക്ഷമിച്ച് നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ട്, ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയുക, ദ റിസ്റ്റോറിങ് ഫാക്ടർ, അത് നമുക്ക് കഴിഞ്ഞാൽ ഈ നോമ്പ് കാലം നമുക്ക് ഫലദായകമാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അനുരഞ്ജനത്തിലേക്ക് വരണമെന്നും പശ്ചാത്താപത്തിലേക്ക് വരണമെന്നും മാനസാന്തരത്തിലേക്ക് വരണമെന്നും അങ്ങനെ കൂടുതൽ ഐക്യത്തിലേക്ക് വന്നുകൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ, പുതിയ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട്
നമുക്ക് ഏവർക്കും സാധിക്കും. അതിനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം. അല്ലാതെ വെറുതെ കുറെ നമ്മൾ ഇറച്ചി ഒഴിവാക്കി, നല്ല കാര്യം, അതൊരു ത്യാഗം എന്ന രീതിയിൽ അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. നമ്മുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത്, നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത് എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മളെ തന്നെ ഒരു മാനസാന്തരത്തിന് വിധേയമാക്കുകയും ഒരു സർജിക്കൽ പ്രോസസ്സിലൂടെ ഒരു ഒരു ഓപ്പറേഷൻ നമുക്ക് ആവശ്യമായി വരും ഈ നോമ്പ് കാലത്ത്. അതിന് നമ്മൾ തയ്യാറാകുമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പലതിനെയും തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊരു നല്ല നാളെയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ നോമ്പുകാലം നമുക്ക് ഫലദായകമാക്കാനായിട്ട് ഏവർക്കും കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നോമ്പ് കാലത്ത് അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതായ വലിയ ഒരു പരിവർത്തനത്തിന്റെയും മാനസാന്തരത്തിന്റെയും ആയിട്ടുള്ള ആ ഒരു ജീവിത പന്ഥാവ് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഒരു ആത്മശോധനയ്ക്ക് വിധേയമാക്കുവാൻ ഈ നോമ്പുകാലം ഞങ്ങളെ സഹായിക്കട്ടെ. വളരെ അസ്വസ്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയെ മനസ്സിലാക്കുന്നതിലൂടെ പുതിയ ഒരു ജീവിത പന്ഥാവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നല്ല മാതൃകകളായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഫ്രാൻസിസ് അസീസിയുടെയും ഇഗ്നേഷ്യസ് ലയോളയുടെയും ഫ്രാൻസിസ് സേവ്യറിന്റെയും അഗസ്തീനോസിന്റെയും മറ്റ് അനേകം വിശുദ്ധാത്മാക്കളുടെ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് വിശുദ്ധ പത്രോസിനെ പോലെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വന്ന്, കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഞങ്ങൾക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. ഈ നോമ്പുകാലം ഞങ്ങളെ ഇതിന് പ്രാപ്തരാക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും മാതൃകകളും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും മറ്റെല്ലാ സഭാ ശുശ്രൂഷകരെയും വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ നോമ്പുകാലം ഫലദായകമായി തീർക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, മറിയസ പിതാവെ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.